എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് KSRTCയുടെ ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ ഭാഗമായി കോട്ടയം ജില്ലയിൽ പാലാ ഡിപ്പോയിൽ നിന്ന് നടത്തിവരുന്ന ഇഞ്ചത്തൊട്ടി, മാമലക്കണ്ടം, മാങ്കുളം, ആനക്കുളം വഴി ലക്ഷ്മി എസ്റ്റേറ്റ് ജംഗിൾ സഫാരിയുടെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് വിവരങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ്. ഈ ഒരു ട്രിപ്പിലൂടെ നമ്മൾ കാണുന്ന കാഴ്ചകൾ മുഴുവൻ ഉൾപ്പെടുത്തിയാൽ അത് വളരെ വലിയൊരു വീഡിയോ ആയി പോകും. അതുകൊണ്ട് ഈ യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉപകാരപ്രദമാകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി ഷെയർ ചെയ്യുന്നത്. ഈ ഒരു ട്രിപ്പിലൂടെ കണ്ട കാഴ്ചകളെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അധികം വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കോട്ടയം ജില്ലയിൽ മാത്രമല്ല, കേരളത്തിൻ്റെ മറ്റ് ജില്ലകളിൽ നിന്നും ഈ ഒരു ടൂർ പാക്കേജ് നടത്തി വരുന്നുണ്ട്. കോട്ടയം ജില്ലയിൽ പാലാ ഡിപ്പോയിൽ നിന്ന് നടത്തിവരുന്ന ഇഞ്ചത്തൊട്ടി, മാമലക്കണ്ടം, മാങ്കുളം, ആനക്കുളം വഴി ലക്ഷ്മി എസ്റ്റേറ്റ് സഫാരിയുടെ എമൗണ്ട് 870 രൂപയാണ്. ഇതിൽ നമ്മുടെ ഉച്ചഭക്ഷണവും വൈകുന്നേരത്തെ ചായയും സ്നാക്സും ഉൾപ്പെടും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും വൈകിട്ടത്തെ ഡിന്നറും നമ്മൾ ചൂസ് ചെയ്യുന്ന ഫുഡിനനുസരിച്ച് നമ്മൾ തന്നെ പേയ്മെൻറ്റ് ചെയ്യണം. രാവിലെ 6 മണിക്ക് പാലാ KSRTC ഡിപ്പോയിൽ നിന്നും ട്രിപ്പ് ആരംഭിച്ച് രാത്രി 11 മണിയോടുകൂടി തിരിച്ചെത്തുന്ന വിധത്തിലാണ് ട്രിപ്പ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പോകുന്ന വഴിയിൽ ബാത്റൂം സൗകര്യം KSRTC ഉറപ്പു തരുന്നുണ്ട്. രാവിലെ 6 മണിക്ക് പാലാ ഡിപ്പോയിൽ നിന്നും ആരംഭിക്കുന്ന ട്രിപ്പ് കോലാനി ബൈപ്പാസ് വഴി പൈങ്ങോട്ടുകര ഊന്നുകല്ലിൽ 7:30 എത്തിച്ചേരുകയും അവിടെ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ആവോലിച്ചാല് വഴി 8:40 ആകുമ്പോഴേക്കും ഇഞ്ചത്തൊട്ടിയിൽ എത്തുകയും ചെയ്യും. പെരിയാറിന് കുറുകെയുള്ള തൂക്കുപാലമാണ് ഇഞ്ചത്തൊട്ടിയുടെ പ്രത്യേകത. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലങ്ങളിലൊന്നാണ് ഇഞ്ചത്തൊട്ടി തൂക്കുപാലം. എറണാകുളം ജില്ലയിലെ കോതമംഗലത്തിനടുത്ത് കീരമ്പാറ പഞ്ചായത്തിലെ ചാരുപ്പാറയിൽ നിന്ന് കുട്ടമ്പുഴ പഞ്ചായത്തിലെ ഇഞ്ചത്തൊട്ടിയിലേക്കുള്ള നടപ്പാലമാണിത്. പെരിയാറിന് കുറുകെയാണ് ഈ തൂക്കുപാലം നിർമ്മിച്ചിരിക്കുന്നത്. കേരള സർക്കാർ സ്ഥാപനമായ കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡാണ് ഈ തൂക്കുപാലത്തിൻ്റെ രൂപകൽപ്പനയും നിർമ്മാണവും നിർവഹിച്ചിരിക്കുന്നത്. 185 മീറ്റർ നീളമുള്ള ഇതിന് ജലാശയത്തിൽ നിന്ന് 200 മീറ്ററോളം ഉയരമുണ്ട്. ഇവിടെ നമുക്ക് ഒരു 20 മിനിറ്റ് സമയം ചിലവഴിക്കാനുള്ള സൗകര്യം KSRTC ചെയ്തു തരുന്നുണ്ട്. ഇഞ്ചത്തൊട്ടിയിലെ തൂക്കുപാലമൊക്കെ കണ്ടതിന് ശേഷം പുന്നേക്കാട് വഴി ഭൂതത്താൻകെട്ട് ഡാമിൽ ഏകദേശം 10:30 ഈ ട്രിപ്പ് എത്തിച്ചേരുന്നു. എറണാകുളം ജില്ലയിൽ കോതമംഗലം താലൂക്കിലെ പിണ്ടിമന ഗ്രാമപഞ്ചായത്തിലെ ഭൂതത്താൻകെട്ടിൽ പെരിയാറിന് കുറുകെയുള്ള ഒരു അണക്കെട്ടാണ് ഭൂതത്താൻകെട്ട് അഥവാ പെരിയാർ അണക്കെട്ട്. കൊടും വേനൽക്കാലത്തും വെള്ളം ഒട്ടും വറ്റാതെ നിറഞ്ഞെടുക്കുന്ന കേരളത്തിലെ ഒരേയൊരു ഡാമാണ് ഭൂതത്താൻകെട്ട്. ഇവിടെയും ഏകദേശം അരമണിക്കൂറോളം കാഴ്ചകൾ കാണാൻ ലഭിക്കുന്നുണ്ട്. ഭൂതത്താൻകെട്ടിന് സമീപത്തായി ഒരു ചെറിയ പാർക്കും കാണാൻ സാധിക്കും. അതിനുശേഷം തട്ടേക്കാട് പക്ഷിസങ്കേതത്തിലേക്കുള്ള വഴിയിലൂടെ കുട്ടമ്പുഴ വഴി മാമലക്കണ്ടത്ത് ഏകദേശം 12:30 എത്തിച്ചേരുന്നു. കുറച്ചധികം നേരം നീണ്ടു നിൽക്കുന്ന ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആണിത്. കാടിൻ്റെ നടുവിലൂടെ ചെറിയ വഴിയിലൂടെ ചെങ്കുത്തായ കയറ്റങ്ങളും ഇറക്കങ്ങളുമുള്ള ഈ ഒരു യാത്ര വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് തരുന്നത്. വേനൽക്കാലത്തല്ലാതെ ഏത് സമയത്ത് വന്നാലും കുറച്ചധികം സ്ഥലങ്ങളിൽ നമുക്ക് വെള്ളച്ചാട്ടങ്ങൾ കാണാൻ സാധിക്കും. മഴക്കാലത്ത് നല്ല വെള്ളച്ചാട്ടം കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിന്റിൽ വണ്ടി നിർത്തുകയും അവിടെ കുറച്ചു നേരം ചിലവഴിക്കുകയും ചെയ്തു.
കേരളത്തിലെ മറ്റൊരു സ്കൂളിനും അവകാശപ്പെടാൻ സാധിക്കാത്തത്ര പ്രകൃതി ഭംഗിയുള്ള സ്വന്തമായി വെള്ളച്ചാട്ടമുള്ള മാമലക്കണ്ടം സർക്കാർ സ്കൂൾ ഇവിടെയാണുള്ളത്. ഏപ്രിൽ മാസത്തിൽ പോയതുകൊണ്ട് തന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ പഞ്ചായത്തിലുള്ള 11-ാം വാർഡിലാണ് മാമലക്കണ്ടം സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. മുമ്പ് ഇടുക്കി ജില്ലയിലായിരുന്ന മാമലക്കണ്ടം ഇപ്പോൾ എറണാകുളം ജില്ലയുടെ ഭാഗമാണ്. 4 ഭാഗവും വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു എന്നതാണ് മാമലക്കണ്ടത്തിൻ്റെ സവിശേഷത. 1969-70 കാലഘട്ടത്തിൽ ആരംഭിച്ച സ്കൂളാണിത്. 5 മുതൽ 10 വരെ ക്ലാസ്സുകളാണ് ഇവിടെയുള്ളത്. ഏകദേശം 15 മിനിറ്റോളം ഇവിടെ ചിലവഴിച്ചതിന് ശേഷം 1 മണിയോടുകൂടി ഇരുമ്പുപാലത്ത് എത്തിച്ചേരുന്നു. ഇവിടെയാണ് ഉച്ചഭക്ഷണം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ട്രിപ്പിൻ്റെ ഭാഗമായി 120 രൂപയുടെ ഫിഷ് കറി മീൽസാണ് നമുക്ക് ലഭിക്കുന്നത്. ഇത് കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ചൂസ് ചെയ്ത് 120 രൂപയ്ക്ക് മുകളിൽ ചൂസ് ചെയ്ത ഫുഡിനാവുകയാണെങ്കിൽ ആ ക്യാഷ് അവർക്ക് കൊടുക്കാവുന്നതാണ്. ഭക്ഷണത്തിന് ശേഷം ആലുവ മൂന്നാർ അടിമാലി റൂട്ടിൽ മച്ചിപ്ലാവ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും മാങ്കുളത്തിന് പോകും. മാങ്കുളത്ത് ആനക്കുളം എന്ന് പറയുന്നിടത്താണ് അടുത്ത സ്റ്റോപ്പ്. ആനക്കുളത്തെ കാട്ടാനകളുടെ ബിവറേജ് എന്നാണ് നാട്ടുകാർ പൊതുവെ വിശേഷിപ്പിക്കുന്നത്. ഇവിടെ കാട്ടാനക്കൂട്ടങ്ങൾ വെള്ളം കുടിക്കാൻ എത്തുന്നതിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഏതാനും കടകളും പള്ളിയും ക്ഷേത്രവും ഉള്ള ഈ ഒരു ഗ്രാമത്തെ കാടുമായി ബന്ധിപ്പിക്കുന്നത് ഒരു കൊച്ചരുവിയാണ്. ആനകളുടെ വിഹാര കേന്ദ്രമായ ഈ അരുവി ഒരിക്കലും വറ്റാറില്ല എന്നൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. കാടിനുള്ളിലെ ഉറവകൾ വറ്റിത്തുടങ്ങുമ്പോഴാണ് ആനക്കൂട്ടങ്ങൾ പതിവായി ഇവിടെ എത്തുന്നത്. ആനക്കുളം കണ്ടതിന് ശേഷം നമ്മൾ പോകുന്നത് ലക്ഷ്മി എസ്റ്റേറ്റിലേക്കാണ്. പോകുന്ന വഴിക്ക് ഈവനിങ് ടീ ബ്രേക്കിന് ഒരു 20 മിനിറ്റ് സ്റ്റോപ്പുണ്ട്. ചായയും പഴംപൊരിയുമായിരുന്നു ഇന്ന് കിട്ടിയത്. അപ്പോഴേക്കും അന്തരീക്ഷത്തിൻ്റെ ചൂടൊക്കെ കുറഞ്ഞ് നല്ല തണുപ്പ് വന്നു തുടങ്ങി. ഇവിടെയും ബാത്റൂം സൗകര്യമുണ്ട്. ചായ കുടിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ കൂടി യാത്ര ചെയ്ത് 5 മണി കഴിഞ്ഞപ്പോഴേക്കും ലക്ഷ്മി എസ്റ്റേറ്റിൽ എത്തിച്ചേർന്നു. മൂന്നാർ വഴിയാണ് നമ്മൾ തിരിച്ചു വരുന്നതെങ്കിലും അവിടെ എത്തുമ്പോഴേക്കും രാത്രിയാകുമെന്നുള്ളതിനാൽ മൂന്നാറിൻ്റെ ഭംഗി ലക്ഷ്മി എസ്റ്റേറ്റിൽ നിന്നും കാണുന്നതിനായി അവിടെ ഒരു 3/4 മണിക്കൂറോളം ചിലവഴിച്ചു. എല്ലാവരും ഫോട്ടോ എടുത്തും ഐസ്ക്രീം കഴിച്ചുമൊക്കെ തേയിലത്തോട്ടത്തിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരുന്നു. നമ്മൾ മാത്രമല്ല, പല KSRTCയുടെ ഡിപ്പോയിൽ നിന്നും ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള ബസ്സുകളും ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. മൂന്നാറിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ മാറിയാണ് ലക്ഷ്മി എസ്റ്റേറ്റ് സ്ഥിതി ചെയ്യുന്നത്. കണ്ണഞ്ചിപ്പിക്കുന്ന തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെയുള്ള ഈ ഒരു യാത്ര ഏതൊരു യാത്രാപ്രേമിയും ആഗ്രഹിച്ചു പോകുന്ന ഒന്നാണ്. മതിയാവോളം മൂന്നാറിൻ്റെ ഭംഗി ആസ്വദിക്കുവാൻ ഏകദേശം 3/4 മണിക്കൂറോളം നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. എസ്റ്റേറ്റിൽ നിന്നും തിരിച്ചു പാലായിലേക്കുള്ള യാത്ര തുടരുമ്പോഴേക്കും ഇരുട്ട് പരന്നു തുടങ്ങിയിരുന്നു. 9 മണിയോടുകൂടി ഇരുമ്പുപാലത്തെത്തുന്ന ട്രിപ്പ് അവിടെ നിന്നും ഡിന്നർ കഴിച്ചതിന് ശേഷം തിരിച്ചുള്ള യാത്ര തുടരും. അന്താക്ഷരി കളിച്ചും പാട്ടുപാടിയുമൊക്കെ വളരെ രസകരമായ ട്രിപ്പ് അതിൻ്റെ അവസാന ഘട്ടത്തോടടുക്കുമ്പോൾ എല്ലാവരും യാത്രയെപ്പറ്റിയുള്ള എക്സ്പീരിയൻസ് പറയുകയും സജഷൻസ് പറയുകയുമൊക്കെ ചെയ്തുകൊണ്ട് ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റുന്ന നല്ലൊരു അനുഭവമാക്കി മാറ്റുന്നുണ്ട്. ഞാൻ പോയ ട്രിപ്പിൻ്റെ സാരഥികളായ ശ്രീകാന്ത് സാറും കാർത്തിക മഠവും എല്ലാവരോടും നല്ല ഫ്രണ്ട്ലി ആയി പെരുമാറുന്ന ആൾക്കാരും അതുപോലെ തന്നെ എല്ലാവരെയും ഒരുപോലെ എൻഗേജ്ഡ് ആക്കി ട്രിപ്പ് കൂടുതൽ രസകരമാക്കാൻ അവരുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുകയും ഓരോ സ്ഥലങ്ങളിലും എത്തുമ്പോഴും നമുക്ക് ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞു മനസ്സിലാക്കി തരികയും ചെയ്തിരുന്നു. KSRTCയുടെ മുൻ CMDയും ഇപ്പോഴത്തെ ഗതാഗത സെക്രട്ടറിയുമായിട്ടുള്ള ശ്രീ ബിജു പ്രഭാകറാണ് ഈ ഒരു ബഡ്ജറ്റ് ടൂറിസം ആവിഷ്കരിച്ചത്. ടിക്കറ്റേരിതര വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ KSRTC നടത്തിവരുന്ന പരിപാടികളിൽ ഏറ്റവും ജനപിന്തുണ ലഭിച്ചിട്ടുള്ള ഒന്നാണ് ബഡ്ജറ്റ് ടൂറിസം. കേരളത്തിൽ 100ഓളം KSRTC ഡിപ്പോകളുണ്ടെങ്കിലും ഏകദേശം 35ഓളം ഡിപ്പോകളിൽ മാത്രമാണ് ഈ ബഡ്ജറ്റ് ടൂറിസം നടത്തിവരുന്നത്. കൂട്ടിനാരാൻ വരാനില്ലാത്തതുകൊണ്ട് യാത്ര പോകാൻ പറ്റാതിരിക്കുന്നവർക്കും അതുപോലെ തന്നെ സ്വന്തമായി വണ്ടി വിളിച്ചു പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്കും എല്ലാറ്റിനുമുപരി പുതിയ പുതിയ ആൾക്കാരെ കാണാനും സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നവർക്കുമൊക്കെ ധൈര്യമായി ഈ ഒരു ട്രിപ്പിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. കൂടെയുള്ള എല്ലാവരും ഒരു ഫാമിലി പോലെ ഒന്നിച്ച് സന്തോഷമായി അതുപോലെ സുരക്ഷിതമായി പോയി വരാൻ പറ്റുന്ന ഒരു യാത്രയാണിത്.
ഇനി ഒറ്റയ്ക്കാണെന്നോർത്തോ ട്രിപ്പ് പോകാൻ സാഹചര്യമില്ലെന്നോർത്തോ വിഷമിക്കുന്നവർക്ക് ധൈര്യമായി ടിക്കറ്റ് എടുക്കാം. ബുക്ക് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഈ ഒരു യാത്രയെ കണ്ട സ്ഥലങ്ങളെപ്പറ്റിയുള്ള കൂടുതൽ വിശേഷങ്ങൾ വരും ദിവസങ്ങളിൽ ഷെയർ ചെയ്യാം. ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ട്രിപ്പ് പോകാൻ ആഗ്രഹമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ കൂടെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.